ഹലോ മക്കളെ, എല്ലാ കുട്ടികൾക്കും ഫിറ്റ്നസ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമാണ് കേട്ടോ. നമ്മുടെ പാഠത്തിന്റെ പേര് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. അപ്പോൾ മക്കളെ, നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നത് എന്താണ്? ആദിമ മനുഷ്യരെ കുറിച്ചും അവരുടെ സംസ്കാരങ്ങളെ കുറിച്ചുമാണ്. ആദ്യം തന്നെ നമുക്കിവിടെ വായിക്കാൻ വരുന്നത് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകളാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല. പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ വിശേഷിച്ച് ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ. അത് ഒരു ആദിമ മനുഷ്യന്റെ തലയോടാണത്രേ. ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടുകിട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്രശേഷിപ്പ് എന്താണ് മക്കളെ? ആദിമ മനുഷ്യന്റെ തലയോട്. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ നിന്ന്. ആദിമ മനുഷ്യന്റെ ഈ ചരിത്രശേഷിപ്പിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ചോ ആ കാലഘട്ടത്തെ കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അക്കാലത്തെ മനുഷ്യരുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാലോ. അപ്പൊ എന്താ പറയുന്നത്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരാണല്ലേ. അവരെ കുറിച്ചോ അവരുടെ ഒരു കാലഘട്ടത്തെ കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരുപാട് കാലം മുമ്പുള്ള മനുഷ്യരല്ലേ, അവരുടെ ആ ഒരു ജീവിത രീതി, അവരെ കാണാൻ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ അവരുടെ ആ ഒരു കാലഘട്ടം, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അക്കാലത്തെ മനുഷ്യരുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ചാലോ. പൂർവികരെ കണ്ടെത്താം. സിനു തന്റെ കുടുംബത്തിലെ മുൻ തലമുറകളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുടുംബ വൃക്ഷം ശ്രദ്ധിക്കൂ. ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ എത്ര തലമുറകളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും? ഇങ്ങനെ അനേകായിരം തലമുറകൾ പിറകോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ആദിമ മനുഷ്യരിൽ ചെന്നെത്താം. എന്താ പറയുന്നത്? സിനു തന്റെ കുടുംബത്തിലെ തലമുറകളിലെ അംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുടുംബ വൃക്ഷം തയ്യാറാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? സൈഡിൽ കണ്ടല്ലോ, ഒരു പിക്ചർ കാണുന്നില്ല മക്കളെ? ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ എത്ര തലമുറകളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? സിനു ഉണ്ട് അല്ലേ? സിനുവിന്റെ സഹോദരനായിരിക്കും അത്. എന്നിട്ടോ സിനുവിന്റെ അച്ഛനും അമ്മയും ഉണ്ട് അല്ലേ? ഒരു സൈഡിൽ നോക്കൂ, സിനുവിന്റെ അമ്മയാണ് സിനുവിൽ കാണിക്കുന്നത്. എന്നിട്ടോ സിനുവിന്റെ അമ്മയുടെ അച്ഛനെയും അമ്മയും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനുവിന്റെ ബ്രദറിന്റെ ഒരു ഭാഗത്തേക്ക് നോക്കൂ, സിനുവിന്റെ അച്ഛനെ കാണിക്കുന്നുണ്ട്, അച്ഛന്റെ അമ്മയും അച്ഛനെയും കാണിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ്? ഇനി ആ തലമുറകളെ പിന്നിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഇനി സിനുവിന്റെ അമ്മയുടെ അച്ഛന്റെ അമ്മയും അച്ഛനും, അതുപോലെ സിനുവിന്റെ അമ്മയുടെ അച്ഛനും അമ്മയും, അതുപോലെ തന്നെ സിനുവിന്റെ അച്ഛന്റെ അമ്മയും അച്ഛനും, സിനുവിന്റെ അച്ഛന്റെ അമ്മയുടെ അമ്മയും അച്ഛനും, അങ്ങനെ എത്രത്തോളം അറിയുമോ അത്രത്തോളം നിങ്ങൾക്ക് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ കഴിഞ്ഞു പോയ തലമുറകളിലെ മുത്തശ്ശിയുടെ ഒക്കെ പേരറിയാവുന്നവരുണ്ടാവും അല്ലെ? ചിലവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അറിയാത്തവർ എന്ത് ചെയ്യുക? വീട്ടിൽ നിങ്ങളുടെ അച്ഛനോട് അമ്മയോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. എന്നിട്ട് സിനു തയ്യാറാക്കിയതുപോലെ നിങ്ങൾ കുടുംബവൃക്ഷം തയ്യാറാക്കിയിട്ട് എത്രത്തോളം നിങ്ങൾക്ക് പിറകിലോട്ട് പോകാൻ കഴിയുമോ തലമുറകളെ, അവരുടെ പേരുകളൊക്കെ പേരുകൾ എന്ന് വെച്ചാൽ പേര് കണ്ടെത്താം. അല്ലെങ്കിൽ ഇതുപോലെ ചിത്രം വരച്ചിട്ട് പേരെഴുതി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ മുത്തശ്ശി അങ്ങനെ എഴുതിയിട്ടും നിങ്ങൾക്ക് ഒരു കുടുംബവൃക്ഷം തയ്യാറാക്കിയെടുക്കാം. എന്നാലോ ഇതിൽ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ അനേകായിരം തലമുറകൾ പിറകോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ആദിമ മനുഷ്യരിൽ ചെന്നെത്താം അല്ലേ? പിറകോട്ട് പോകാൻ കഴിഞ്ഞാൽ ഒരുപാട് തലമുറകൾ പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദിമ മനുഷ്യരിൽ ചെന്നെത്താൻ കഴിയും. താഴെ കൊടുത്തിട്ടുള്ള ഒരു ബോക്സ് നോക്കൂ. ഒരു നൂറ്റാണ്ട് എന്നാൽ 100 വർഷമാണ്. ഒരു ദശലക്ഷം വർഷം എന്നാൽ 10 ലക്ഷം വർഷമാണ്. അപ്പോൾ താഴെ എന്താണ്? BCE എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു നൂറ്റാണ്ടിന് നമ്മൾ 100 വർഷമാണ്. 100 വർഷത്തെയാണ് ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ദശലക്ഷം വർഷം എന്ന് പറയുന്നത് 10 ലക്ഷം വർഷമാണ്.
ഇനി നോക്കൂ, മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിന്റെയും പരിണാമത്തിന്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ മക്കളെ, എന്താണ് ഫോസിലുകൾ? പുരാതന സസ്യങ്ങള്, മൃഗങ്ങള്, മനുഷ്യര് എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യപരിണാമം എന്താണ് മക്കളെ? മനുഷ്യപരിണാമം എന്ന് പറഞ്ഞാല് നമ്മൾ മനുഷ്യര് ആ ഒരു പഴയ രൂപത്തിൽ നിന്ന് ഇന്നത്തെ ഒരു മനുഷ്യരൂപത്തിലേക്ക് എത്തിയതിനെ കുറിച്ചാണ് മനുഷ്യപരിണാമം എന്ന് പറയുന്നത്. മനുഷ്യരുടെ ഉദ്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ്. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉദ്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രക്രിയക്ക് അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദ ഒറിജിനൽ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യപരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. ഇനി താഴെ നോക്കൂ, ചാൾസ് ഡാർവിനെ കുറിച്ചാണ് പറയുന്നത്. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. ഭൂമിയിൽ ജീവന്റെ ഉദ്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതിശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തന്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു. മനുഷ്യരുടെ പൂർവികർ. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യന്റെ പരിണാമം ആരംഭിക്കുന്നത്. പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ലോ ചാർട്ട് നിരീക്ഷിക്കൂ. താഴെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ടല്ലേ മക്കളെ? എന്താണ് പ്രൈമേറ്റുകൾ? ആദ്യത്തെ ബോക്സിൽ എന്താണ് പ്രൈമേറ്റുകൾ? എന്താണ് സസ്തനികളിൽ ഒരു വിഭാഗം. സസ്തനികളിൽ ഒരു വിഭാഗത്തെയാണ് പ്രൈമേറ്റുകൾ എന്ന് പറയുന്നത്. പിന്നെയോ ഹോമിനോയിഡുകൾ, 4 കാലിൽ നടത്തം. അപ്പൊ ആദ്യം എന്താണ് സസ്തനികളിലുള്ള ഒരു വിഭാഗം പ്രൈമേറ്റുകൾ, പിന്നെ വരുന്നത് ഹോമിനോയിഡുകൾ, അതായത് 4 കാലിൽ നടത്തം. പിന്നെ ഹോമിനിഡുകൾ അതിലേക്ക് വന്നു അല്ലെ? അപ്പോഴോ 2 കാലിൽ നടത്തം. അതിൽ തന്നെ 2 വിഭാഗമുണ്ട്, ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ. ഇനി ഹോമോയിൽ വരുന്നത് ഹോമോ ഹാബിലസ്, അതായത് ഉപകരണ നിർമ്മാതാക്കൾ. പിന്നെ ഹോമോ ഇറക്ടസ്, നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. ഹോമോ സാപ്പിയൻസ്, ബുദ്ധിയുള്ള മനുഷ്യർ. ഇതെല്ലാം മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ്. ആദ്യം പ്രൈമേറ്റുകളാണ്, പിന്നെ ഹോമിനിഡുകൾ, പിന്നെ ഹോമിനിഡുകളിൽ തന്നെ ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ. പിന്നെ വരുന്നത് ഹോമോയിൽ 3 വിഭാഗമാണ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ഹോമോയുടെ ഉപവിഭാഗങ്ങളാണ് ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് എന്നിവയെന്ന് ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഹോമോ സാപ്പിയൻസ് വിഭാഗത്തിൽ പെടുന്നവരാണ്. നമ്മളെന്ന മനുഷ്യവർഗം അപ്പോൾ ഏത് വിഭാഗത്തിലാണ് മക്കളെ? ഹോമോ സാപ്പിയൻസ് കേട്ടോ. ഇനി മനുഷ്യപരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ മനുഷ്യപരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം വന്നിട്ടുള്ളത്. എങ്ങനെയാ മക്കളെ കുറിപ്പ് തയ്യാറാക്കേണ്ടത്? മനുഷ്യപരിണാമം എന്ന ആശയം മുന്നോട്ട് വെച്ച ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ചാൾസ് റോബർട്ട് ഡാർവിൻ. അതായത് ഇദ്ദേഹം ജീവിവർഗങ്ങളെല്ലാം പൊതുപൂർവികന്മാരിൽ നിന്ന് കാലക്രമത്തിൽ പ്രകൃതി നിർദ്ധാരണം എന്ന പ്രക്രിയ വഴി രൂപപ്പെട്ടു വന്നവയാണെന്ന് കണ്ടെത്തുകയും സ്ഥാപിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേകം വർഷങ്ങൾ എടുത്തുവെന്നും അദ്ദേഹം തന്റെ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. മനുഷ്യപരിണാമത്തിന് 7 ഘട്ടങ്ങളാണുള്ളത്. ഡ്രയോപിത്തേക്കസ് ആണ് മനുഷ്യപരിണാമത്തിലെ ആദ്യഘട്ടം. ഇവ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മധ്യ അവസാന മയോസിൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. അവയെ പൂർവികരായോ ആധുനിക കുരങ്ങുകളുമായും മനുഷ്യരുമായും അടുത്ത ബന്ധമുള്ളവരായോ കണക്കാക്കുന്നു. ചൈന, കിഴക്കൻ ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ ജീവിച്ചിരുന്നു. 2ാം ഘട്ടം രാമാപിത്തേക്കസ് ആണ്. ഏകദേശം 14 മുതൽ 9 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന വംശനാശം സംഭവിച്ച ഒരു ഹോമിനോയിഡ് ജനുസാണ് രാമാപിത്തേക്കസ്. വടക്കേ ഇന്ത്യയിലെ സിവാലിക് കുന്നുകളിലും സൗദി അറേബ്യയിലും ആഫ്രിക്കയിലും ജീവിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 3ാം ഘട്ടത്തിൽ വരുന്നത് ഓസ്ട്രലോപിത്തേക്കസ് ആണ്. ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ചെറിയ ശരീരവും ചെറിയ തലച്ചോറുമുള്ള ഹോമിനിനുകളുടെ ഒരു ജനുസാണ് ഓസ്ട്രലോപിത്തേക്കസ്. ഈ പ്രൈമേറ്റുകൾക്ക് 2 കാലുകളിൽ നടക്കാൻ കഴിവുണ്ട്. ദക്ഷിണാഫ്രിക്കയിലാണ് ഇവ ജീവിച്ചിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ഓസ്ട്രലോപിത്തേക്കസ് ഒരു നിർണായക പങ്ക് വഹിച്ചു. 4ാം ഘട്ടം ഹോമോ ഹാബിലിസ് ആണ്.
ഹോമോ ഹാബിലിസിനെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യൻ എന്നും വിളിച്ചിരുന്നു. കല്ലുകളെ വിവിധ ജോലികൾക്കുള്ള ഉപകരണങ്ങളാക്കി മാറ്റാനുള്ള കഴിവ് കൊണ്ടാണ് അവർക്ക് ഈ പദവി ലഭിച്ചത്. ഭാഗികമായി ഇരുകാലുകളുള്ള നടത്തം കുരങ്ങു പോലുള്ള പൂർവികരിൽ നിന്ന് കൂടുതൽ മനുഷ്യ സമാന സ്വഭാവങ്ങളിലേക്കുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ടാൻസാനിയയിലെ ഓൾഡ് വൈ ഗോർജിൽ ലൂയിസും മേരി ലീക്കും നയിച്ച സംഘം 2 പല്ലുകൾ കണ്ടെത്തി. ഹോമോ ഇറക്ടസ് 5ാം ഘട്ടത്തിൽ വരുന്നു. മനുഷ്യ സമാനമായ ഘടനകൾ കാരണം ആധുനിക മനുഷ്യന്റെ ആദ്യ ബന്ധുക്കളാണ് ഹോമോ ഇറക്ടസ്. ഉദാഹരണത്തിന് ചെറിയ കൈകളും നീളമുള്ള കാലുകളും മാത്രമല്ല, നിവർന്നു നിൽക്കുന്നതും കാര്യക്ഷമവുമായി ഇരുകാലി നിലപാട് മരങ്ങളിൽ വസിക്കേണ്ടതിന്റെ ആവശ്യകത കുറയ്ക്കുന്നു. 1891 ഡച്ച് ഡോക്ടറായ യൂജിൻ ഡുബോയ്സ് ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിൽ ഹോമോ ഇറക്ടസിന്റെ ആദ്യത്തെ ഫോസിൽ കണ്ടെത്തി. ഹോമോ ഇറക്ടസിന് വലിയ തലച്ചോറുണ്ടായിരുന്നു. അതിനാൽ അവ സങ്കീർണമായ ഒരു സാമൂഹിക ഘടന വികസിപ്പിച്ചെടുത്തിരുന്നു. മാത്രമല്ല, അക്വിലിയൻ കൈക്കോടാലിയുമായി ബന്ധപ്പെട്ട നൂതന ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവും അവർക്കുണ്ടായിരുന്നു. തീയും പാചകവും ആദ്യമായി കണ്ടുപിടിച്ചത് അവരായിരുന്നു. ഹോമോ സാപ്പിയൻസ് നിയാണ്ടർതലൻസിസ് എന്നാണ് 6ാം ഘട്ടം അറിയപ്പെടുന്നത്. 1856 ജർമ്മനിയിലെ നിയാണ്ടർ താഴ്വരയിൽ ഒരു പുരുഷ നിയാണ്ടർത്തലിന്റെ ഭാഗിക അസ്ഥികൂടം ആദ്യമായി കണ്ടെത്തി. കരുത്തുറ്റ ശരീരം കാരണം തണുത്ത അന്തരീക്ഷത്തിൽ അതിജീവിക്കാനുള്ള കഴിവ് അവയ്ക്കുണ്ട്. ഉദാഹരണത്തിന്, വ്യത്യസ്തമായ മുഖസവിശേഷതകളും മനുഷ്യന്റെ വലിപ്പമുള്ള തലച്ചോറുമുള്ള ആധുനിക മനുഷ്യരെ പോലെയായിരുന്നു അവർ. കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചും പ്രതീകാത്മക കല ഉപയോഗിച്ചും വേട്ടയാടാനുള്ള കഴിവും ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവും അവർക്കുണ്ടായിരുന്നു. മനുഷ്യപരിണാമത്തിലെ അവസാനത്തെ ഘട്ടമാണ് ഹോമോ സാപ്പിയൻസ് എന്നറിയപ്പെടുന്നത്. മൊറോക്കോയിൽ നിന്നാണ് ഏറ്റവും പഴക്കമുള്ള ഹോമോ സാപ്പിയൻ ഫോസിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഹോമോ സാപ്പിയൻസിന് ദീർഘദൂര യാത്ര ചെയ്യാൻ പ്രാപ്തമാക്കിയ ഇരുകാലി ചിന്താഗതി ഉണ്ടായിരുന്നതായി കണ്ടെത്തലുകൾ തെളിയിച്ചു. അവർക്ക് വിപുലമായ വൈജ്ഞാനിക കഴിവുകൾ, സങ്കീർണമായ സമൂഹങ്ങൾ, കാര്യക്ഷമമായ ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവുകൾ എന്നിവയും ഉണ്ടായിരുന്നു. ഈ കഴിവുകളിലൂടെ സാങ്കേതിക വിദ്യ, കലാശാസ്ത്രം, സംസ്കാരം എന്നിവയിൽ ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായി. കൂടാതെ അവർ സാംസ്കാരിക വൈവിധ്യം, ഭാഷ, അമൂർത്ത ചിന്താശേഷി എന്നിവ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കാലക്രമേണ അവർ കൃഷി, വ്യവസായം, നാഗരികത എന്നിവയിലൂടെ ലോകത്തെ രൂപപ്പെടുത്തി. ആത്യന്തികമായി ഇന്ന് ഭൂമിയിലെ ഏറ്റവും പ്രബലമായ ശക്തിയായി അവർ മാറി. അപ്പൊ ഇതുപോലെയാണ് നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യവികാസത്തിന്റെ വിവിധ ഘട്ടങ്ങൾ. ആദിമ മനുഷ്യർ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത്. കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കിയും അവർ ജീവിച്ചിരുന്നു. ചുറ്റുപാടിൽ നിന്നും ലഭിച്ച പരുക്കൻ കല്ലുകളാണ് അവർ ആയുധമാക്കിയിരുന്നത്. ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നു. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ 3 ഘട്ടങ്ങളായി തിരിക്കാം. ഏതൊക്കെയാണ് മക്കളെ 3 ശിലായുഗങ്ങൾ? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഇങ്ങനെ 3 ശിലായുഗങ്ങളാണ് ഉള്ളത്. വിവിധ ശിലായുഗ ഘട്ടങ്ങളുടെ സവിശേഷതകൾ ശ്രദ്ധിക്കൂ. ആദ്യം പ്രാചീന ശിലായുഗം. എന്തൊക്കെയാണ് സവിശേഷതകൾ? ശിലായുഗത്തിലെ ആദ്യഘട്ടം പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കി. ഇതാണ് പ്രാചീന ശിലായുഗത്തിന്റെ സവിശേഷത. ഇനി മധ്യശിലായുഗം, അതിന്റെ സവിശേഷതകൾ: സൂക്ഷ്മ ശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി. മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി. അടുത്തത് നവീന ശിലായുഗം. നവീന ശിലായുഗത്തിൽ എന്തെല്ലാം സവിശേഷതകളാണ്? കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു. കൃഷി ആരംഭിച്ചു. ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഇവയെല്ലാമാണ് ഈ 3 ശിലായുഗത്തിന്റെയും സവിശേഷതകൾ. ഇനി ബിംബേഡ്ക ഗുഹാചിത്രങ്ങൾ, ഇവ രണ്ടും നോക്കാം. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ബിംബേഡ്ക. പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെ കുറിച്ച് ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ നമ്മോട് പറയുന്നു. അവരുടെ ആശയവിനിമയത്തിന്റെ തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാചിത്രങ്ങൾ. താഴെ കൊടുത്തിട്ടുള്ള 2 ചിത്രങ്ങളാണ് കേട്ടോ ബിംബേഡ്കയും ഗുഹാചിത്രങ്ങളും. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിവയുടെ പ്രത്യേകതകൾ സ്ട്രിപ്പുകളിൽ എഴുതി ബൗളിൽ വെക്കുക. വിവിധ ശിലായുഗങ്ങളുടെ പേരുകൾ എഴുതിയ ചാർട്ടുകൾ ക്ലാസ്സിൽ ക്രമീകരിക്കുക. കുട്ടികൾ സ്ട്രിപ്പുകൾ എടുത്ത് ഉചിതമായ രീതിയിൽ ചാർട്ടിൽ ഒട്ടിക്കുക. അപ്പോൾ മക്കളെ, ഇത് നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചറുടെ സഹായത്തോടെ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യാട്ടോ. ഇനി കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും.
കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വന്നു. കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം ഉറപ്പിച്ചു. സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം? എന്തൊക്കെ മാറ്റങ്ങളാണ് മക്കളെ? വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു. ശിലയിൽ നിന്നും ലോഹത്തിലേക്ക്. മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവ ഏത് വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? മുകളിൽ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഇവ ഏതൊക്കെ വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെ വസ്തുക്കൾ കൊണ്ടാണ് മക്കളെ? ചിത്രം 1 കല്ലുകൾ കൊണ്ട്, 2ാമത്തെ ചിത്രത്തില് ലോഹങ്ങൾ കൊണ്ട്. മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം എന്നാണ് വിളിക്കുന്നത്. മണ്ണ് ഉഴുതി മറിക്കാനും മരങ്ങൾ മുറിക്കാനും ഒക്കെയുള്ള കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചു. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം വെങ്കലയുഗം എന്ന് അറിയപ്പെടുന്നു. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആരംഭിച്ചതോടെ മനുഷ്യ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായി. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് വെങ്കല ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ അല്ലേ? വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി. പിന്നെയോ കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിന് കാരണമായി. കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി. കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു. ഇതാണ് വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. അടുത്തത് നോക്കൂ. ശിലായുഗത്തിലെയും വെങ്കലയുഗത്തിലെയും മനുഷ്യ ജീവിതത്തിന്റെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എന്താ മക്കളെ? ശിലായുഗത്തിലെയും വെങ്കലയുഗത്തിലെയും മനുഷ്യ ജീവിതത്തിന്റെ സവിശേഷതകൾ താരതമ്യം ചെയ്യുക, എന്നിട്ട് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ശിലായുഗവും വെങ്കലയുഗവും മനുഷ്യ ചരിത്രത്തിലെ പ്രധാന കാലഘട്ടങ്ങളാണ്. മനുഷ്യന്റെ ആദ്യകാല ചരിത്രമാണ് ശിലായുഗം. ഈ കാലഘട്ടത്തിലെ പ്രധാന പ്രത്യേകത കല്ലുപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചു എന്നതാണ്. ആദ്യകാല മനുഷ്യർ ഗുഹകളിൽ താമസിക്കുകയും വേട്ടയാടി ജീവിക്കുകയും ചെയ്തു. തീ ഉപയോഗിക്കാൻ പഠിച്ചു. അത് ആഹാരം പാകം ചെയ്യാനും തണുപ്പിൽ നിന്ന് രക്ഷ നേടാനും സഹായിച്ചു. ചിത്രരചനയും ശില്പകലയും ഈ കാലഘട്ടത്തിൽ വളർന്നു വന്നു. ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. വെങ്കലം ഉപയോഗിച്ച് ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങിയ കാലമാണ് വെങ്കലയുഗം. വെങ്കലം എന്നാൽ ചെമ്പും വെളുത്തീയവും ഉരുക്കി ചേർത്ത ലോഹസങ്കരമാണ്. വെങ്കലായുധങ്ങൾ ശിലായുഗായുധങ്ങളെക്കാൾ മൂർച്ചയുള്ളതും ബലമുള്ളതുമായിരുന്നു. ഈ കാലഘട്ടത്തിൽ കൃഷി വ്യാപകമായി നഗരങ്ങളിൽ വളർന്നു വന്നു. എഴുത്തുവിദ്യയും കണ്ടുപിടിക്കപ്പെട്ടു. വെങ്കലയുഗം നാഗരികതയുടെ വളർച്ചയ്ക്ക് നിർണായക പങ്കുവഹിച്ചു. ഇന്ത്യയിൽ സിന്ധു നദീതട സംസ്കാരം വെങ്കലയുഗത്തിന്റെ പ്രധാന ഉദാഹരണമാണ്. ചുരുക്കത്തിൽ ശിലായുഗം മനുഷ്യന്റെ ആദ്യകാല ജീവിതത്തെയും വെങ്കലയുഗം നാഗരികതയുടെ വളർച്ചയെയും സൂചിപ്പിക്കുന്നു. വെങ്കലയുഗ സംസ്കാരങ്ങൾ. വെങ്കലയുഗത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഈ മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. അത്തരത്തിൽ രൂപപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. എന്തൊക്കെയാണ് മക്കളെ ആ വെങ്കലയുഗ സംസ്കാരങ്ങൾ? മെസപ്പൊട്ടേമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്, ഹാരപ്പൻ. ഇതൊക്കെയാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ. ഈ ചിത്രം നോക്കൂ. വെങ്കലയുഗത്തിൽ നിലനിന്നിരുന്ന 4 പ്രധാന സംസ്കാരങ്ങളെ ചുവടെ നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ കണ്ടെത്തൂ. ഏതൊക്കെയാണ്? മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഇനി ഭൂപടം നിരീക്ഷിച്ച് പ്രധാന വെങ്കലയുഗ സംസ്കാരങ്ങൾ വികസിച്ചു വന്ന നദീതടങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. ഏതൊക്കെയാ കൊടുത്തിട്ടുള്ളത് സംസ്കാരം? മെസപ്പൊട്ടേമിയൻ, ഈജിപ്ഷ്യൻ, ഹാരപ്പൻ, ചൈനീസ്. ഇനി ഏതൊക്കെയാണ് നദികള്? മെസപ്പൊട്ടേമിയനില് യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, ഈജിപ്ഷ്യൻ സംസ്കാരത്തില് നൈൽ നദി, ഹാരപ്പൻ സംസ്കാരം സിന്ധു നദി, ചൈനീസ് സംസ്കാരം ഹൊയാങ്ഹോ. അപ്പൊ ഇതുപോലെ പട്ടികപ്പെടുത്തിയിട്ട് ബാക്കിയുള്ളത് കൂടി നിങ്ങൾ ഇതുപോലെ എഴുതി ചേർക്കുക. ഇനി അടുത്തത് നോക്കൂ. വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ട് നദീതടങ്ങളിൽ ഫലഭൂഷ്ടമായ മണ്ണ്, ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, ഇതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലേ?
മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. ഭൂപടം 1.1 നിരീക്ഷിച്ച് മെസൊപ്പൊട്ടേമിയയുടെ സ്ഥാനം കണ്ടെത്തൂ. ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസൊപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത്? ഏതൊക്കെ നദികൾക്കിടയിലാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. ഈ രണ്ട് നദികൾക്കിടയിലാണ് മെസൊപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത്. മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഇറാഖിന്റെ ഭാഗമാണ് ഈ പ്രദേശം. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാർഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതായിരുന്നു മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. നഗരജീവിതവും എഴുത്തുവിദ്യയും. മെസൊപ്പൊട്ടേമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയക്കാരായിരുന്നു. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉറൂക്ക്, ലഗാഷ് മുതലായവ. മെസൊപ്പൊട്ടേമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം ക്യൂണിഫോം എന്ന് അറിയപ്പെട്ടു. ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണിത്. കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്. ഇതെന്താണ് ക്യൂണിഫോം ലിപി അല്ലെ? ആ ഒരു ചിത്രം, അതിന്റെ പ്രത്യേകതകളാണ് ഇപ്പൊ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണിത്. കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്. നോക്കൂ, മെസൊപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? ശാസ്ത്രവും ഗണിതവും. അതിലെന്താണ്? ചാന്ദ്ര പഞ്ചാംഗം, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണവും ഗുണനവും. നിയമം. സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻകിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. അപ്പൊ ഇതൊക്കെ മെസൊപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകളാണ് കേട്ടോ. ശാസ്ത്രവും ഗണിതവും ഒക്കെ മെസൊപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകളാണ്. അതുപോലെ തന്നെ നിയമം, ഈ 2 നിയമങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ അവരുടെ സംഭാവനകളാണ്. ഇനി നോക്കൂ, ഹമ്മുറാബിയുടെ നിയമസംഹിത. ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ BCE, ആ ഒരു കാലഘട്ടമാണ് ജീവിച്ചിരുന്നിരുന്ന കാലഘട്ടം. BCE 1792 1750 കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണിത്. ലോകത്ത് എഴുതപ്പെട്ട ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയായി ഇതറിയപ്പെടുന്നു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതിയാണ് ഈ നിയമസംഹിതയിൽ നിന്നുള്ളതാണ്. സിഗുറാത്തുകൾ. മെസൊപ്പൊട്ടേമിയക്കാരുടെ ആരാധനാലയങ്ങൾ സിഗുറാത്തുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രധാനമായും നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതിരുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചത്. ഒരു നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ആ ചിത്രം കണ്ടില്ല മക്കളെ? അതാണ് സിഗുറാത്ത്, അതായത് അവരുടെ ആരാധനാലയങ്ങൾ. ഇനി മെസൊപ്പൊട്ടേമിയക്കാരുടെ സാംസ്കാരിക സംഭാവനകളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കൂ. അത് നിങ്ങൾക്കുള്ള പ്രവർത്തനമാണ്. എന്താണ്? മെസൊപ്പൊട്ടേമിയക്കാരുടെ സാംസ്കാരിക സംഭാവനകളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തണം? എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? മെസൊപ്പൊട്ടേമിയ പലപ്പോഴും നാഗരികതയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നു. പടിഞ്ഞാറ് യൂഫ്രട്ടീസ് നദിക്കും കിഴക്ക് ടൈഗ്രീസ് നദിക്കും ഇടയിലുള്ള പ്രദേശമാണ് മെസൊപ്പൊട്ടേമിയ എന്ന് സാധാരണയായി നിർവചിക്കപ്പെടുന്നു. മെസൊപ്പൊട്ടേമിയ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തിന്റെ ഭൂരിഭാഗവും ഇപ്പോൾ ആധുനിക ഇറാഖാണ്. എന്നിരുന്നാലും മെസൊപ്പൊട്ടേമിയയുടെ ചില ഭാഗങ്ങൾ ആധുനിക തുർക്കിയിലേക്കും സിറിയയിലേക്കും വ്യാപിച്ചു കിടക്കുന്നു. ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയും നദികൾ സൃഷ്ടിച്ച പ്രകൃതിദത്ത അതിരുകളും കാരണം നിരവധി പുരാതന നാഗരികതകൾ മെസൊപ്പൊട്ടേമിയയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇനി പുരാതന മെസൊപ്പൊട്ടേമിയക്കാർ സാംസ്കാരികവും സാങ്കേതികവുമായ മേഖലകൾ ഗണ്യമായ സംഭാവനകൾ നൽകി. എന്തൊക്കെയായിരുന്നത്? ചക്രം ആദ്യമായി സൃഷ്ടിച്ചത് മെസൊപ്പൊട്ടേമിയയിലാണ് ആദ്യമായി സമയത്തെയും ദിവസങ്ങളെയും മണിക്കൂറുകളും മിനിറ്റുകളും പകലും രാത്രിയും എന്നിങ്ങനെ വിഭജിച്ചത്. പിന്നെ ബാബിലോണിയൻ ഹമ്മുറാബിയുടെ കോഡായിരുന്നു രേഖപ്പെടുത്തിയ ആദ്യത്തെ ക്രിമിനൽ നിയമസംഹിത. വരണ്ട കാലാവസ്ഥയിൽ വിളകൾക്ക് വെള്ളം ലഭിക്കുന്നതിനും മഴക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് തടയുന്നതിനുമായി മെസൊപ്പൊട്ടേമിയക്കാർ ജലസേചന കനാലുകൾ നിർമ്മിച്ചു. BC 600-കളിൽ ജീവിച്ചിരുന്ന അസീറിയൻ രാജാവായ അഷുർബാനിപാലിന്റെ ലൈബ്രറി ലോകത്തിലെ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള ഗ്രന്ഥങ്ങളുടെ ആദ്യത്തെ ലൈബ്രറി ശേഖരമായിരുന്നു. അക്കാദിന്റെ മകൾ ഹെഡുവാനയിലെ സർഗോൺ ആയിരുന്നു ലോകത്തിലെ ആദ്യത്തെ രേഖപ്പെടുത്തപ്പെട്ട കവി. ശാസ്ത്രീയ ഗണിത വൈദ്യശാസ്ത്ര രീതികളുടെ ഉത്ഭവം പുരാതന മെസൊപ്പൊട്ടേമിയയിലാണ്. ഇതുകൂടാതെ സംഗീതം, സാഹിത്യം, പെയിന്റിംഗ് എന്നിവ ഉൾപ്പെടെ കലാപരവും സാംസ്കാരികപരവുമായ മേഖലകളിൽ വലിയ സംഭാവനകളാണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം ലോകത്തിന് സംഭാവന നൽകിയത്. ഈജിപ്ഷ്യൻ സംസ്കാരം നോക്കൂ. ഭൂപടം 1.1 നിരീക്ഷിക്കൂ. ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശം കണ്ടെത്തൂ. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് എന്ന് നിങ്ങൾ കണ്ടല്ലോ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം കെയ്റോ ആയിരുന്നു. അപ്പൊ ഏതാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം എന്ന് പറയുന്നത്? കെയ്റോ ആയിരുന്നു.
ഈജിപ്തിലെ രാജാക്കന്മാർ ഫറവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ. കേട്ടിട്ടില്ല മക്കള്? ഈജിപ്തിലെ രാജാക്കന്മാർക്ക് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഫറവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷത പിരമിഡുകളാണ്. കണ്ടിട്ടുണ്ടല്ലേ മക്കള്? സിനിമയിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫിലിം ഒക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ഫിലിം മമ്മി എന്ന ഫിലിം കണ്ടിട്ടില്ലേ? അതിൽ കാണല്ലേ ഒരുപാട് പിരമിഡൊക്കെ കാണിക്കുന്നുണ്ട്. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിത മാർഗം. ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവ നൈൽ നദീതടത്തിൽ സമൃദ്ധമായി വളർന്നിരുന്നു. ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദീതടത്തിൽ ഒരു നാഗരിക സംസ്കാരം വളർന്നു വരാൻ ഇടയാക്കിയത്. അതിനാൽ ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നു. കണ്ടോ മക്കളെ? സൈഡിൽ കണ്ടോ ഒരു ചിത്രം? അതാണ് ഈജിപ്ഷ്യൻ ഫറോവ. പിരമിഡുകൾ എന്താണെന്ന് നോക്കാം. പിരമിഡുകൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഫറവോമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ്. മമ്മികൾ മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്കുണ്ടായിരുന്നു. ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹമാണ് മമ്മി എന്നറിയപ്പെടുന്നത്. ഫറവോ ആയിരുന്ന തൂത്തൻഖാമന്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു മമ്മി അല്ലെ, ഒരു മൃതദേഹം എന്താ പറയാ, സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിയിട്ട് കാലങ്ങളോളം സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം ഈ ഈജിപ്തുകാർക്ക് ഉണ്ടായിരുന്നു. അതെവിടെയാണ് സൂക്ഷിച്ചിരുന്നത്? പിരമിഡുകൾക്കുള്ളില്. അതിനായിട്ടുള്ളതായിരുന്നു പിരമിഡ്. തൂത്തൻഖാമയുടെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. ഇനി നോക്കൂ, എഴുത്തുവിദ്യ. മെസപ്പൊട്ടേമിയയിലേതുപോലെ ഈജിപ്തിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവരുടെ എഴുത്തുലിപിയുടെ പേര് ഹൈറോഗ്ലിഫിക്സ് ലിപി എന്നാണ്. അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പുരാതന ഈജിപ്തുകാരുടെ എഴുത്തുലിപി ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം. എന്താണ് വിശുദ്ധമായ എഴുത്ത്? കേട്ടോ മക്കളെ. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടി ചേർന്ന ലിപിയാണിത്. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് വായിച്ചിരുന്നത്. ശാസ്ത്ര നേട്ടങ്ങൾ. ഗണിതവും വൈദ്യശാസ്ത്രവും ഈജിപ്തിൽ പുരോഗതി കൈവരിച്ചിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരായിരുന്നു. സങ്കലനം, വ്യവകലനം എന്നിവ ഇവരുടെ സംഭാവനകളായിരുന്നു. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗര പഞ്ചാംഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന കലണ്ടറിൽ എത്ര മാസങ്ങളാണുള്ളത്? ഓരോ മാസത്തിലും 30 ദിവസങ്ങളാണോ ഉള്ളത്? നിങ്ങളുടെ വീട്ടിലെ കലണ്ടർ നിരീക്ഷിച്ച് ഓരോ മാസത്തിലും എത്ര ദിവസങ്ങൾ വീതമാണുള്ളത് എന്ന് കണ്ടെത്തി എഴുതൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ വീട്ടിലെ കലണ്ടറിൽ നോക്കുക. എന്നിട്ട് എത്ര ദിവസങ്ങൾ, ഓരോ മാസത്തിലും 30 ദിവസങ്ങൾ മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ എത്ര ദിവസം, ഏതൊക്കെ മാസങ്ങളിലാണ് 30-ൽ കൂടുതലുള്ളത്, 30-ൽ കുറവുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ജനുവരിയിൽ 31, ഫെബ്രുവരിയിൽ 28, അതിവർഷമാണെങ്കിൽ എന്താണ് 29 വരും. മാർച്ചിൽ 31, ഏപ്രിലിൽ 30, മെയ്യിൽ 31, ജൂണിൽ 30, ജൂലൈ 31, ഓഗസ്റ്റിൽ 31, സെപ്റ്റംബർ 30, ഒക്ടോബറിൽ 31, നവംബറിൽ 30, ഡിസംബറിൽ 31. അപ്പം 31, 30, 31 എന്നിങ്ങനെ ഇടവിട്ടാണ് ഉള്ളത് അല്ലെ. അതിൽ ഫെബ്രുവരിയിലാണ് 28. അതിന് അതിവർഷമാണെങ്കിൽ എന്താണ് 21, 29 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ചൈനീസ് സംസ്കാരം നോക്കൂ. ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിന്റെ അടിത്തറ. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം, അതുപോലെ തന്നെ പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. ഇനി എഴുത്ത് സമ്പ്രദായം. ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽ തന്നെ എഴുത്ത് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രലിപിയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി. മാറ്റങ്ങളോടെ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നു. അപ്പോൾ നോക്കൂ, വലതുഭാഗത്ത് ഒരു ചിത്രം കണ്ടോ? അതാണ് ചൈനീസ് ലിപി. ഇനി മെസപ്പൊട്ടേമിയ, ഈജിപ്ത്, ചൈന എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന എഴുത്ത് രീതിയുടെ പ്രത്യേകതകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സംസ്കാരങ്ങൾ, ലിപി, പ്രത്യേകതകൾ, ഇങ്ങനെ 3 കോളങ്ങളാണ് അല്ലെ. സംസ്കാരങ്ങളിൽ മെസപ്പൊട്ടേമിയ, ഈജിപ്ത്, ചൈന എന്നിങ്ങനെ 3 എണ്ണം വരുന്നുണ്ട്. ഇനി ലിപിയും അവയുടെ പ്രത്യേകതകളും കണ്ടെത്തിയിട്ട് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ലിപി? ഏതാണ് അതിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ് മക്കളെ?
സംസ്കാരങ്ങളിൽ മെസപ്പൊട്ടേമിയ ലിപി ക്യൂണിഫോം. പ്രത്യേകതകൾ: ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണിത്. കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. ഇനി സംസ്കാരങ്ങളിൽ ഈജിപ്ത് ലിപി ഹൈറോഗ്ലിഫിക്സ്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടി ചേർന്ന ലിപിയാണിത്. വലത്തു നിന്ന് ഇടത്തോട്ടാണ് വായിച്ചിരുന്നത്. ചൈന സംസ്കാരത്തിൻ്റെത് ലിപി ചിത്രലിപി. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രലിപിയായിരുന്നു. അപ്പോൾ ആ പട്ടികയിൽ ഇതുകൂടി എഴുതി ചേർത്തിട്ട് പൂർത്തിയാക്കുക. അടുത്തത് ഹാരപ്പൻ സംസ്കാരം. വെങ്കലയുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. ഏകദേശം BCE 2600 മുതൽ BCE 1900 വരെയാണ് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെടുന്നത്. ഹരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. അതിനാലാണ് ഈ സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഈ സംസ്കാരം ഉടലെടുത്തത് നദീ തീരത്തായതിനാൽ സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നു. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് ഈ സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു. താഴെ നോക്കൂ. സർ ജോൺ മാർഷൽ. ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതായത് ASI. 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു സർ ജോൺ മാർഷൽ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത്. ഭൂപടം 1.2 നിരീക്ഷിച്ച് ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തൂ. അപ്പോൾ ഏതൊക്കെയാണ് മക്കളെ? അവർ മുകളിൽ ഒരു ഭൂപടം കണ്ടില്ലായിരുന്നോ? അതിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് എന്താണ്? മോഹൻ ജദാരോ. ഇനി രണ്ടാമത്തതും മൂന്നാമത്തതും നാലാമത്തതും കണ്ടെത്തിയിട്ട് പട്ടികപ്പെടുത്തണം. ഇതൊക്കെയാണ് മോഹൻ ജദാരോ, ഹാരപ്പ, ലോഥാൽ, കാലിബംഗൻ. ഇതൊക്കെയാണ് കേട്ടോ. നഗരാസൂത്രണം. ഹരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായാണ് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്. ചുട്ടെടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അവർ ഉപയോഗിച്ചിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം ഹരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയായിരുന്നു. വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലുകളിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയും ആസൂത്രണം. മോഹൻജദാരോയിലെ വലിയ കുളം. ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമായിരുന്നു മോഹൻജദാരോ. വലിയ കുളമാണ് ഈ നഗരത്തിലെ ഏറ്റവും സവിശേഷമായ നിർമ്മിതി. ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകളും കുളിക്കുവാനായി കുളിമുറികളും ഉണ്ടായിരുന്നു. ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്ക് ഒഴുക്കാനുമുള്ള സംവിധാനവും ഇവിടെ നിലനിന്നിരുന്നു. മക്കളെ, ആ സൈഡിൽ കാണുന്ന ഫോട്ടോ കണ്ടോ? അതാണ് മോഹൻജദാരോയിലെ ആ ഒരു വലിയ കുളം. വലിയ കുളത്തിന്റെ അവശിഷ്ടങ്ങളാണ് ആ ഒരു ഫോട്ടോയിൽ ഇപ്പൊ കാണുന്നത്. അടുത്ത് നോക്കൂ. ധാന്യപ്പുര. ഹരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ഗുജറാത്തിലെ രംഗ്പൂർ, ലോഥാൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഹരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്ര ശേഷിപ്പാണ് ധാന്യപ്പുര. ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ധാന്യപ്പുരയുടെ അവശിഷ്ടങ്ങളാണ് ആ ഒരു വലത് ഭാഗത്ത് കാണുന്ന ചിത്രത്തിൽ കാണുന്നത്. കരകൗശല വിദ്യ. ഹരപ്പൻ ജനത കരകൗശല വിദ്യയിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അവരുടെ കരകൗശല വിദ്യകളാണത്. എന്തെല്ലാണ്? കളിപ്പാട്ടം, മുദ്രകൾ, പിന്നെയോ ആഭരണങ്ങൾ, മൺപാത്രം, നർത്തകിയുടെ വെങ്കല പ്രതിമ. അപ്പൊ ഇതെല്ലാം ഹരപ്പൻ ജനത ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. ഈ ചിത്രങ്ങളിൽ നിന്ന് ഹരപ്പൻ ജനതയുടെ കരകൗശല വിദ്യയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? കണ്ടെത്തി ആശയപ്പടം പൂർത്തിയാക്കൂ. അപ്പൊ ഇവിടെ ഒരു ആശയപ്പടം തന്നിട്ടുണ്ട് അല്ലെ? ഹരപ്പൻ ജനതയുടെ കരകൗശല വിദ്യ. അപ്പൊ 2 ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? മുദ്രകൾ നിർമ്മിച്ചിരുന്നു, കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിരുന്നു. ബാക്കി നമ്മൾ നേരത്തെ കണ്ടല്ലോ ഒരു ചിത്രത്തില്. അപ്പൊ അതുകൂടി ഇവിടെ കൂട്ടി എഴുതി ചേർക്കണം. എന്തൊക്കെയായിരുന്നു അത് മക്കളെ? മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. അതുപോലെ തന്നെ സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. വെങ്കല പ്രതിമകൾ നിർമ്മിച്ചിരുന്നു. അപ്പൊ ഒരു പട്ടികയിൽ അതുകൂടി ഒന്ന് പൂർത്തിയാക്കുക. ഇനി അടുത്തത്, സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണാഭരണങ്ങളും ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. കളിമണ്ണ് കൊണ്ടും ഇലകൾ കൊണ്ടും അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നു. ഹരപ്പൻ നഗരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കളിപ്പാട്ടങ്ങൾ, മൺപാത്രങ്ങൾ, വെങ്കല പ്രതിമ എന്നിവയെല്ലാം ഹരപ്പൻ ജനതയുടെ കലാവൈദഗ്ധ്യം പ്രകടമാക്കുന്നു. എഴുത്തുവിദ്യ. ഹരപ്പൻ ജനതയ്ക്ക് അവരുടേതായ എഴുത്തു രീതി ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് അവർ എഴുതാനായി ഉപയോഗിച്ചിരുന്നത്. മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും അധികം കാണപ്പെട്ടത്. അപ്പൊ ചിത്രം നോക്കൂ. അവരുടെ ലിപിയാണത് കേട്ടോ. അടുത്ത നോക്കൂ. ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച.
ഏകദേശം BCE 1900 ഹരപ്പൻ നഗരങ്ങൾ തകർച്ചയെ നേരിട്ടു. ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. അവയിൽ ചിലത് നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെയാണ് ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചക്ക് കാരണമായത്? കാലാവസ്ഥാ വ്യതിയാനം, പിന്നെയോ ഭൂമിയുടെ അമിതമായ ഉപയോഗം, നിരന്തരമുണ്ടായ പ്രളയം, വനനശീകരണം. ഇതെല്ലാം എന്താണ്? ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചക്ക് കാരണമായ ചില കാര്യങ്ങളാണ്. പ്രാചീന കാലത്തെ മനുഷ്യ ചരിത്രത്തെ രേഖപ്പെടുത്തുക എന്നത് ഏറെ ദുഷ്കരവും ശ്രമകരവുമായ പ്രവൃത്തിയാണ്. എഴുതപ്പെട്ട തെളിവുകൾ ഒന്നും ലഭ്യമല്ലാത്ത ചരിത്രാതീത കാലഘട്ടങ്ങളിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും പഠിക്കാൻ ചരിത്രശേഷിപ്പുകളായ പുരാവസ്തു തെളിവുകൾ മാത്രമാണ് നമുക്ക് ആശ്രയം. ഇത്തരം തെളിവുകൾ വിശകലനം ചെയ്താണ് ചരിത്രകാരർ മനുഷ്യരുടെ ഉൽപ്പത്തി മുതലുള്ള ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ഫോസിൽ അവശിഷ്ടങ്ങൾ തെളിവുകൾ നൽകുമ്പോൾ ശിലായുധങ്ങളും ഉപകരണങ്ങളും ഗുഹാചിത്രങ്ങളും ശിലായുഗ കാലത്തെ മനുഷ്യരെ കുറിച്ച് നമ്മോട് പറയുന്നു. നവീന ശിലായുഗ കാലത്തെ കൃഷിയുടെ ആരംഭവും സ്ഥിരവാസ കേന്ദ്രങ്ങളുടെ വികാസവും മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. വെങ്കലയുഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരങ്ങൾ അക്കാലഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ച നേട്ടങ്ങളുടെ ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നു. പ്രാചീന സംസ്കാരങ്ങളിൽ രൂപപ്പെട്ട രീതികളും അറിവുകളുമാണ് ഇന്നത്തെ സംസ്കാരത്തിന്റെ അടിത്തറ. ഭൂതകാലത്തെക്കുറിച്ചുള്ള ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയാക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠഭാഗത്ത് വരുന്ന പഠന പ്രവർത്തനങ്ങളും പാഠഭാഗവും. മക്കൾക്ക് മനസ്സിലായോ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ആദിമ മനുഷ്യരെയും സംസ്കാരങ്ങളെയും കുറിച്ചുള്ള ഒരു പാഠഭാഗം? എന്തൊക്കെ കാര്യങ്ങളാണ് മക്കൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഒരുപാട് സംസ്കാരങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ജീവിത രീതിയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ഒരു കൂട്ടത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ മക്കളെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നാലും നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്തായാലും ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.